രാമശ്ശേരിയിൽ നിന്ന് ഒരു തലയോട്ടി കണ്ടെടുത്തിട്ടുണ്ട്. രാമശ്ശേരിയിലെ ക്വാറിയിൽ നിന്നാണ് തലയോട്ടി കണ്ടെടുത്തത്. കസബ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ VSലേക്ക് പോവുകയാണ്. ഗോകുൽ, ഇത് ആരുടേതാണ്, എന്താണ്? ഇത് സംബന്ധിച്ച് വ്യക്തതകൾ ഒന്നും വരാനുള്ള സമയമായിട്ടില്ല. എങ്കിലും പോലീസ് എന്താണ് പറയുന്നത്? പാലക്കാട് രാമശ്ശേരിയിലെ ക്വാറിയിൽ നിന്നാണ് ഒരു തലയൊട്ടി കണ്ടെത്തിയത്. ഈ ക്വാറിയിലെ വെള്ളത്തിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. മീൻ പിടിക്കുന്ന കുറച്ച് കുട്ടികൾ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇത് കാണുകയായിരുന്നു. തുടർന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ വിവരമറിയിച്ചു. അദ്ദേഹമാണ് പോലീസിൽ അറിയിച്ചത്. പോലീസ് ഏതായാലും ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അല്പസമയത്തിന് ശേഷം ഫയർഫോഴ്സിൻ്റെയൊക്കെ സ്കൂബ ടീം എത്തി ഈ സ്ഥലം മുഴുവൻ പരിശോധിക്കും. ഇനി കൂടുതൽ ഭാഗങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ഈ ഒരു കാലയളവിൽ ഈ ഒരു തലയൊട്ടി കിട്ടിയ കാലയളവിലുള്ള മിസ്സിംഗ് കേസുകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ ആ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പരിശോധനയും സ്കൂബ ടീം എത്തി പരിശോധനയും ആരംഭിക്കും. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടതും പോലീസിനെ വിവരം അറിയിച്ചതും? ഇന്നലെ ഞാൻ ഒരു 6 മണിയായി കാണുമ്പോൾ 6 മണിയായ അതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനെ വിളിച്ച് അറിയിച്ചത്. ഞാനൊരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇത് 2-3 ദിവസം മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട്. ജനങ്ങൾ ആരും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഗോപാലൻ, പരിസരവാസിയായ ഗോപാലനാണ് കണ്ടു പറഞ്ഞപ്പോൾ പിള്ളേർ മീൻ കോരുന്ന സമയത്താണ് കണ്ടത്. ഇത് അവരെ ചൂണ്ടയിൽ കുരുങ്ങുകയായിരുന്നു. ചൂണ്ടിയല്ല, ഈ മറ്റേത് തോർത്തുകൊണ്ട് അങ്ങനെ കോരുമല്ലോ രണ്ടാൾ. അപ്പോൾ അങ്ങനെ കുടുങ്ങിയിട്ടാണ് അവർ കണ്ടിട്ടാണ് അതിനടുത്ത് അവിടെ മുകളിലെടുത്തിട്ടു. അങ്ങനെ കാലപ്പഴക്കം എന്താന്ന് നമുക്ക് അത്ര അറിയില്ലല്ലോ. മറ്റേ കംപ്ലീറ്റ് മുട്ടയായിട്ടുള്ള ഇതാണുള്ളത്. സ്ഥിരം കുളിക്കാൻ വരുന്ന ഒരു സ്ഥലം, കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുറേ നിറയെ ആൾക്കാർ വരും. ഇന്നലെയൊക്കെ വന്നിരുന്നു? എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. ഏതായാലും ഈ സ്ഥലം പോലീസിൻ്റെ സംരക്ഷണയിലാണ്. ഈ സ്ഥലത്ത് സാധാരണ കുളിക്കാനൊക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ മീൻ പിടിക്കാൻ കുറച്ച് കുട്ടികൾ എത്തിയപ്പോൾ അവർ തോർത്തിൽ മീൻ പിടിക്കുന്നതിനിടയിലാണ് ഈ തലയൊട്ടി അവരുടെ തോർത്തിൽ കുരുങ്ങുന്നത്. തുടർന്ന് ശശിയേട്ടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസ് ഈ സ്ഥലം ആ തലയൊട്ടി സംരക്ഷിക്കുന്നുണ്ട്, മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി മറ്റ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കും. അതേസമയം തന്നെ ഇതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ നടത്തണം. ഇനി ഏതെങ്കിലും അസ്ഥികൂടത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഈ വെള്ളത്തിനടിയിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആ പരിശോധനകളൊക്കെ നടന്നു വരികയാണ്. AB മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.